ഇന്ന് നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യാദൃച്ഛികമല്ല. ഇത് മഹാദേവൻ്റെ തീരുമാനമാണ്. എൻ്റെ ഭക്തർക്കൊരു വഴി കാട്ടണമെന്ന് ഭഗവാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിൽ പല പേരും ജീവിതത്തിൽ തോറ്റുപോയി തളർന്നിരിക്കുകയാണല്ലേ. എത്ര പ്രാർത്ഥിച്ചാലും കഷ്ടങ്ങൾ തീരുന്നില്ലല്ലോ. അമ്പലം തോറും കയറി ഇറങ്ങി എന്നിട്ടും എൻ്റെ തലയിലെഴുത്ത് മാറുന്നില്ലല്ലോ എന്നെല്ലാം കണ്ണുനീരോടുകൂടി പറയുന്നവരുണ്ടാകും അല്ലേ. കണ്ണുനീരോടുകൂടി ഉറങ്ങാൻ പോകുന്നവർ എത്ര പേരുണ്ട്. നിങ്ങളോട് ഞാനൊരു ട്രൂത്ത് പറയട്ടെ. ദൈവം കല്ലല്ല, അവർ കരുണയോടുകൂടി തന്നെയാണുള്ളത്. എന്നാൽ അവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നും അവരെ എങ്ങനെ വിളിക്കണമെന്നും നമ്മൾക്ക് അസൂക്ഷ്മം അറിയില്ല. ഒരു പൂട്ടിയിട്ട കതവ് തുറക്കണമെങ്കിൽ ശരിയായ ഒരു താക്കോൽ വേണമല്ലേ. തെറ്റായ താക്കോൽ വെച്ച് തിരിച്ചാൽ കതവ് തുറക്കുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് ഈശ്വരനെ അറിയാൻ മന്ത്രം എന്ന ഒരു താക്കോലുള്ളത്. അത് ശരിയായ രീതിയിൽ പ്രയോഗിച്ചാൽ മാത്രമേ നിങ്ങളുടെ കഷ്ടങ്ങൾ തീരുകയുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വെറും വാക്കല്ല. ഇത് സിദ്ധറുകൾ മുതൽ ജ്ഞാനികൾ വരെ ഭഗവാനെ അറിയാനും അനുഭവിക്കുവാനും കൈക്കൊണ്ട രഹസ്യമുറയാണ്. ഇത് നിങ്ങൾ മുഴുവനും അറിയണമെങ്കിൽ ഈ വീഡിയോ തള്ളിവിടാതെ അവസാനം വരെ കാണണം. കാരണം മന്ത്രം എന്നത് തീ പോലെയാണ്. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ വെളിച്ചം തരും, തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ എരിച്ചു കളയും. അതുകൊണ്ട് മുഴുവനും കേട്ട് മനസ്സിലാക്കുക. വീഡിയോയ്ക്കുള്ളിൽ പോകും മുൻപ് പ്രപഞ്ചനാഥനായ മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടാൻ മറക്കാതെ ലൈക്ക് ചെയ്ത് മനസ്സിൽ ഓം നമഃശിവായ എന്ന് ഒരു പ്രാവശ്യം പറയുക. ആ പരമ്പൊരുളെ തേടിപ്പോകാൻ റെഡിയല്ലേ നിങ്ങൾ? മനസ്സിനെ ശരിയായി സംരക്ഷിക്കുകയും ശുദ്ധമാക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ മന്ത്രം. അതിലൂടെ ദൈവത്തെ അനുഭവിക്കാം. ഇന്നത്തെ ശാസ്ത്രം എന്താണ് പറയുന്നതെന്നറിയാമോ? എവരിത്തിങ് ഈസ് വൈബ്രേഷൻ. അതായത് ഈ ലോകം മുഴുവനും ഒരു സ്പന്ദനമാണ് എന്നാണ്. നിങ്ങളുടെ ശരീരം, നിങ്ങൾ ശ്വസിക്കുന്ന കാറ്റ്, നിങ്ങൾ കുടിക്കുന്ന ജലം എല്ലാമേ ഓരോ വൈബ്രേഷൻസാണ്. ശിവൻ ആരാണ്? അവനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആദിനാദം. ഓം എന്ന ശബ്ദരൂപമാണ് ഭഗവാൻ. നിങ്ങൾ എപ്പോഴെല്ലാം മന്ത്രത്തെ ശരിയായ രീതിയിൽ ഉച്ചരിക്കുന്നോ അപ്പോഴെല്ലാം നിങ്ങളുടെ ശരീരത്തിലിരിക്കുന്ന നെഗറ്റീവ് വൈബ്രേഷൻസ് ഇല്ലാതായി ഒരു ദൈവിക ശക്തി ഉണ്ടാകും. നിറയെ പേര് പറയും, ഞാൻ മനസ്സിനുള്ളിലെ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു, വായി തുറന്ന് പറയണോ എന്ന്. നല്ലതായിട്ട് ശ്രദ്ധിക്ക്. മനസ്സിനുള്ളിൽ വിചാരിക്കുന്നത് പ്രാർത്ഥനയാണ്, വായ് കൊണ്ട് ഉച്ചരിക്കുന്നതാണ് മന്ത്രം. നിങ്ങൾ ശബ്ദമായിട്ടോ അല്ലെങ്കിൽ ചുണ്ടുകൾ അനക്കിയോ മന്ത്രം ചൊല്ലുമ്പോൾ നാക്ക് വായുടെ മുകളിൽ തൊടും. അത് നിങ്ങളുടെ തലച്ചോറിലിരിക്കുന്ന ചില ഞരമ്പുകളെ ഉണർത്തിവിടും. അതാണ് നിങ്ങൾക്ക് മനസ്സമാധാനത്തെയും തെളിവിനെയും കൊടുക്കുന്നത്. മഹാദേവന് ഇഷ്ടപ്പെട്ടത് അഭിഷേകം മാത്രമല്ല, ആത്മാർത്ഥമായ മന്ത്രോച്ചാരണവും ഭഗവാന് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ എന്തു മന്ത്രത്തെയാണ് നമ്മൾ ചൊല്ലേണ്ടത്? എങ്ങനെയാണ് ചൊല്ലേണ്ടത്? എപ്പോഴാണ്? ഏത് ദിക്കിലിരുന്ന് വേണം പറയാൻ? മന്ത്രം ചൊല്ലാൻ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ നമ്മളെ തയ്യാറാക്കണം. ഒരു വിശേഷപ്പെട്ട വ്യക്തിയെ കാണാൻ പുറപ്പെടണമെങ്കിൽ നമ്മൾ എത്ര ശുദ്ധമായി മര്യാദയായിട്ടാണ് ചെല്ലുന്നത് അല്ലേ? അപ്പോൾ ഈ ഉലകത്തെയെ ആട്ടിപ്പടയ്ക്കുന്ന ആ ഈശ്വരനെ കാണാൻ പോകണമെങ്കിൽ എത്ര ശുദ്ധമായിട്ടാണ് നമ്മൾ ഇരിക്കേണ്ടത്? കരുണാമൂർത്തിയായ മഹാദേവനെ വണങ്ങാൻ പ്രത്യേക സമയമൊന്നും ആവശ്യമില്ല. എങ്കിൽ പോലും ചില സമയങ്ങളിൽ ഫലം 100 മടങ്ങ് കിട്ടണമെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട സമയം ബ്രഹ്മമുഹൂർത്തമാണ്. അതായത് അതിരാവിലെ 4 മണി മുതൽ 6 മണി വരെയുള്ള സമയം. എന്തിനാണ് ഈ സമയം? ഈ നേരത്തിലാണ് ഭൂമിക്കും പ്രകൃതിക്കുമിടയിൽ ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ടാകുന്നത്. ഓസോൺ പടലം ശുദ്ധമായി ഇരിക്കുന്ന സമയം. സിദ്ധന്മാരും ഋഷിമാരും സൂക്ഷ്മ രൂപത്തിൽ സഞ്ചരിക്കുന്ന നേരമാണിത്. ഈ നേരത്തിൽ നിങ്ങൾ വയ്ക്കുന്ന പ്രാർത്ഥന നേരിട്ട് മഹാദേവൻ്റെ കാതിൽ പോയി ചേരും. ട്രാഫിക് ഇല്ലാത്ത റോഡ് പോലെ നിങ്ങളുടെ പ്രാർത്ഥന ജെറ്റ് വേഗത്തിൽ ഭഗവാനിലേക്ക് എത്തിച്ചേരും. അത് പറ്റില്ല, ആ സമയത്ത് പറ്റില്ല എങ്കിൽ സായാഹ്നം വരുന്ന പ്രദോഷ സമയത്ത് 4:30 മുതൽ 6 മണി വരെയുള്ള സമയം. ഈ സമയം ശിവഭഗവാന് വളരെ യോജിച്ച സമയമാണ്. പിന്നെ ഏത് ദിക്കിലേക്ക് നോക്കിയിരുന്ന് വേണം ചൊല്ലാൻ? നിങ്ങൾ ഇരിക്കുന്ന ദിക്ക് മുഖ്യമാണ്. എപ്പോഴും വടക്ക് കിഴക്ക് ദിശയെ നോക്കിയിരിക്കണം. വടക്ക് കുബേരദിശ ജ്ഞാനത്തിൻ്റെ ദിശയാണ്. ജ്ഞാനമുണ്ടെങ്കിൽ എല്ലാം നമുക്കുണ്ടാകും. കിഴക്ക് സൂര്യൻ ഉദിക്കുന്ന ദിശയാണ്, വിജയത്തിൻ്റെ ദിശ എന്നുകൂടെ പറയാം. തെക്ക് ദിക്കിലേക്ക് നോക്കിയിരുന്ന് മന്ത്രം ഒരിക്കലും ജപിക്കാൻ പാടില്ല. വെറും തറയിലും ഇരിക്കരുത്. ഭൂമിയുടെ ഗ്രാവിറ്റി നിങ്ങളുടെ ശക്തിയെ വലിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. ഒരു കമ്പിളി വിരിപ്പോ അല്ലെങ്കിൽ ഒരു തുണിയോ വിരിച്ച് അതിൻ്റെ മുകളിൽ സുഖമായി നിങ്ങൾ ഇരിക്കുക. മുതുകുതണ്ട് നേരെ ഇരിക്കണം, കഴുത്ത് നേരെ വയ്ക്കണം. കാരണം മന്ത്രം ചൊല്ലുമ്പോൾ വരുന്ന ശക്തി നിങ്ങളുടെ മുതുകുതണ്ട് വഴിയാണ് മുകളിലേക്ക് വരുന്നത്, കുണ്ഡലിനി ശക്തി.
ഇനി മഹാദേവൻ്റെ മികച്ച മന്ത്രത്തെ ഒന്ന് നോക്കാം. വേദങ്ങളുടെ മഹത്വം പാടുകയും അവയെ ആദരിക്കുകയും ചെയ്യുന്ന പവിത്രമായ മന്ത്രം. മരണഭയത്തെയും നെഗറ്റീവ് ശക്തികളെയും അകറ്റാൻ സഹായിക്കുന്ന ശക്തിയുള്ള മന്ത്രം ഓം നമഃ ശിവായ. ഇത് വെറും വാക്കല്ല, പഞ്ചഭൂതങ്ങളുടെ സംയോജനമാണ്. ന എന്നാൽ നിലം, മ എന്നാൽ ജലം, ശി എന്നാൽ തീ, വ എന്നാൽ കാറ്റ്, യ എന്നാൽ ആകാശം. ഈ 5 എഴുത്തിനെ ഒന്നിച്ചു ചൊല്ലുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള പഞ്ചഭൂതങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഈ വാക്കുകൾ എങ്ങനെയാണ് ചൊല്ലേണ്ടത്? ചുമ്മാതെ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ എന്ന സ്പീഡിൽ ചൊല്ലരുത്. ചൊല്ലേണ്ടത് കണ്ണുകളെ അടച്ച് ശ്വാസത്തെ ആഴമായി ഉള്ളിലേക്കെടുക്കുക. ശ്വാസത്തെ ഉള്ളിലേക്കെടുക്കുമ്പോൾ മനസ്സിനുള്ളിൽ ഓം എന്ന് ചൊല്ലുക. ശ്വാസം പതിയെ വെളിയെ വിടുമ്പോൾ നമഃ ശിവായ എന്ന് ചൊല്ലുക. ഓരോ വാക്കുകൾക്കിടയിലും ഒരു ഗ്യാപ്പ് വേണം. ആ വാക്കുകളുടെ വൈബ്രേഷൻസ് നിങ്ങൾ ഉണരണം. ഓം നമഃ ശിവായ ഇങ്ങനെ ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സ് സമനിലയാകും, പതർച്ച കുറയും, ബ്ലഡ് സർക്കുലേഷൻസ് ക്രമപ്പെടും. എല്ലാത്തിലും ഉപരി നിങ്ങളുടെ ആത്മാവ് ഭഗവാനെ നോക്കി ചെല്ലാൻ തുടങ്ങും. ഇനി മരണഭയത്തെ നീക്കുന്ന മഹാമൃത്യുഞ്ജയ മന്ത്രത്തെ നോക്കാം. നിറയെ പേര് ശരീരസുഖമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഡോക്ടറെ കഴിഞ്ഞു എന്ന് പറയുന്ന ആ ഒരു പരിതാപമായ സാഹചര്യം, അപകടഭയം, അകാല മരണഭയം, ഇതിനെല്ലാം ഒരേ മരുന്ന് ഈ മന്ത്രമാണ്. ഈ മന്ത്രത്തെ പറഞ്ഞു തന്നവനാണ് മാർക്കണ്ഡേയൻ. എല്ലാവർക്കും അറിയാവുന്നതാണ്. യമൻ പാശക്കയർ വീശിയപ്പോൾ ഈ മന്ത്രത്തെ ചൊല്ലിയാണ് മാർക്കണ്ഡേയൻ യമനെ ജയിച്ചത്. മഹാദേവൻ ലിംഗത്തെ ഉടച്ച് വെളിയിൽ വന്ന് മാർക്കണ്ഡേയനെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. മന്ത്രം ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃതാത്. ഇത് വളരെ പ്രശസ്തമായ മഹാമൃത്യുഞ്ജയ മന്ത്രമാണ്. ശിവഭക്തിയിൽ ഏറ്റവും ശക്തമായ മന്ത്രങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കാണുന്നത്. ഓം ത്രയംബകം യജാമഹേ. 3 കണ്ണുള്ള ഭഗവാൻ ശിവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇവിടെ ത്രയംബകം എന്നത് ശിവൻ്റെ 3 കണ്ണുകളെയാണ് സൂചിപ്പിക്കുന്നത്. ജ്ഞാനം, കാഴ്ച, ആത്മബോധം എന്നൊക്കെയാണ് പ്രതീകമായി പറയുന്നത്. സുഗന്ധിം പുഷ്ടിവർദ്ധനം, സുഗന്ധമുള്ളവനും എല്ലാത്തിനെയും വളർത്തി സംരക്ഷിക്കുന്നവനും. ശിവൻ വെറും ഭയപ്പെടുത്തുന്ന ദൈവമല്ല, ജീവൻ്റെ വളർച്ചയ്ക്കും സമൃദ്ധിക്കും കാരണമായ കരുണാമൂർത്തിയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഉർവാരുകമിവ ബന്ധനാൻ, പഴുത്ത വെള്ളരിക്ക അത് പഴമാകുമ്പോൾ വള്ളിയിൽ നിന്ന് എളുപ്പത്തിൽ വേർപെടുന്നത് പോലെ, വെള്ളരിക്ക പാകമാകുമ്പോൾ താനേ അത് വള്ളിയിൽ നിന്ന് വിട്ടുപോകും. അതുപോലെ മനുഷ്യൻ്റെ ആത്മാവ് ശരീരബന്ധങ്ങളിൽ നിന്ന് സ്വാഭാവികമായി വിടുതൽ നേടട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. മൃത്യോർമുക്ഷീയമാമൃതാത്, മരണത്തിൻ്റെ ഭയത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ച് അമൃതത്തിലേക്ക് കൊണ്ടുപോകണമേ. ഇവിടെ മരണം എന്ന് പറഞ്ഞത് ശരീരമരണം മാത്രമല്ല, ഭയം, ദുഃഖം, ആശങ്ക, അജ്ഞാനം എല്ലാം കൂടിയാണ്. അതിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് ആത്മസത്യത്തിലേക്ക് നയിക്കണമെന്നാണ് ഈ പ്രാർത്ഥന. അപ്പോൾ ഇത് ഒറ്റ വരിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ശിവനെ ഞങ്ങളെ ഭയത്തിൽ നിന്നും അജ്ഞാനത്തിൽ നിന്നും മോചിപ്പിച്ച് ആത്മശാന്തിയിലേക്കും അമൃതാനുഭവത്തിലേക്കും കൊണ്ടുപോകണമേ. ഇത് ഒരു മന്ത്രം മാത്രമല്ല, ജീവിതത്തിലുള്ള ഭയം കുറയ്ക്കാനും മനസ്സിൻ്റെ സ്ഥിരത കിട്ടാനും മരണഭയം പോലും ലഘൂകരിക്കാനും സഹായിക്കുന്ന ഒരു ആത്മീയ പ്രാർത്ഥനയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഈ മന്ത്രം ദിവസവും രാവിലെ കുളിച്ചു വന്ന് 108 പ്രാവശ്യം, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കണക്കിൽ കുറഞ്ഞത് 27 പ്രാവശ്യമെങ്കിലും ചൊല്ലണം. രോഗങ്ങൾ നിങ്ങളെ വിട്ടുപോകും, വീട്ടിൽ ദുർമരണങ്ങൾ നടക്കില്ല, കുഞ്ഞുങ്ങളുടെ ആയുസ് കൂടും. ഇത് സത്യമായ കാര്യമാണ്. രുദ്രാക്ഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശിവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരാണെന്നല്ലേ. മഹാദേവൻ 1000 ആണ്ടുകൾ ധ്യാനത്തിൽ, അതായത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ ഭഗവാന്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയ നീർത്തുള്ളികളാണ് രുദ്രാക്ഷമരമായിട്ട് മാറിയതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് രുദ്രാക്ഷമാലയെ കയ്യിൽ വെച്ചുകൊണ്ട് മന്ത്രം ചൊല്ലിയാൽ അത് വളരെ വേഗത്തിൽ ഭഗവാനെ ആകർഷിക്കും. എത്ര പ്രാവശ്യം ചൊല്ലണം? നമ്മുടെ ശാസ്ത്രങ്ങളിൽ 108 പ്രാവശ്യം ചൊല്ലുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. കാരണം 108 എന്ന എണ്ണം നമ്മുടെ ശരീരത്തിൽ മൊത്തം 72,000 നാഡികളുള്ളത്. അതത്രയും 108 മുഖ്യ പുള്ളികളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 108 പ്രാവശ്യം ചൊല്ലുമ്പോൾ നിങ്ങളുടെ ശരീരവും ഈ പ്രപഞ്ചശക്തിയും ഒന്നു ചേരുകയാണ്. കയ്യിൽ മാലയെ വെച്ചുകൊണ്ട് ഓരോ മണിക്കും ഒരു മന്ത്രം ചൊല്ലണം. ആൾക്കാട്ടി വിരൽ ഒരിക്കലും ഉപയോഗിക്കരുത്.
തള്ളവിരലും നടുവിരലും ചേർത്ത് ആ രുദ്രാക്ഷമണിയെ ഉരുട്ടണം. ഇതാണ് അതിൻ്റെ ശരിയായ മുറ. ഇത് ചൊല്ലിയാൽ എന്ത് മാറ്റമാണ് വരുന്നത്, ഇതെല്ലാം ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും എന്ന് ചിലരെങ്കിലും ഓർക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ തുടർന്ന് 48 ദിവസം ഒരു മണ്ഡലകാലം ഇത് നിങ്ങൾ ഇന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ മുഖത്തിലിരുന്ന് ക്ഷീണം പോയി ഒരു ദൈവീക വെളിച്ചം, ഒരു തേജസ് ഉണ്ടാകും. നിങ്ങളെ കണ്ടാലേ മറ്റുള്ളവർക്കൊരു മര്യാദ തരാൻ തോന്നും. നിങ്ങളുടെ ഭയം പോകും. നാളെ എന്ത് നടക്കുമെന്ന ആ ഭയം ഇല്ലാതാകും. എൻ്റെ ഭഗവാനുണ്ട്, എൻ്റെ ശിവനുണ്ട്, എനിക്ക് അവൻ നോക്കിക്കൊള്ളുമല്ല എന്ന ഒരു അസാധാരണമായ ധൈര്യം വരും. തീർക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച കടം പ്രശ്നമോ കുടുംബ പ്രശ്നമോ പോലും താനേ തീരും. എല്ലാത്തിനും ഒരു വഴി ഉണ്ടാകും. മഹാദേവൻ ആരെയെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അയക്കും. നിങ്ങൾ എന്തു പറഞ്ഞാലും അതങ്ങനെ തന്നെ ഫലിക്കും. നാക്കിൽ സരസ്വതി കടാക്ഷമുണ്ടാകുമെന്നർത്ഥം. വളരെ പ്രധാനമായിട്ട് ഇനി ഒരു കാര്യം ഞാൻ പറയാം. മന്ത്രം ചൊല്ലുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കുറേ തെറ്റുകളുണ്ട്. വേഗം ചൊല്ലി തീർത്തിട്ട് സീരിയൽ കാണാൻ പോകണമെന്ന് കരുതി കടമയ്ക്ക് വേണ്ടി ചൊല്ലരുത്. 10 മിനിറ്റേ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുള്ളൂ എങ്കിൽ പോലും അത് ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ചൊല്ലുമ്പോൾ കുളിക്കാതെ അശുദ്ധമായ ശരീരത്തോടെയൊന്നും അശുദ്ധമായ മനസ്സോടെയൊന്നും ഈ മന്ത്രം ചൊല്ലരുത്. സ്ത്രീകൾ ആ അശുദ്ധമുള്ള സമയത്ത് മന്ത്രം ചൊല്ലേണ്ട. ഏകാഗ്രത ഉണ്ടാകില്ല എന്നതാണ് സത്യം. മനസ്സിനുള്ളിൽ ഭഗവാനെ എപ്പോഴും ഏതവസ്ഥയിലും വിളിക്കാമെന്ന കാര്യവും നമ്മൾ മറക്കരുത്. പരിപൂർണ വിശ്വാസത്തോടെ മാത്രം ജപിക്കുക. ഈ മന്ത്രം ചൊല്ലിയാൽ നടക്കുമോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യസാധ്യങ്ങളെല്ലാം നടക്കുമോ ഇതുകൊണ്ട് എന്നുള്ള ആ ഒരു സംശയത്തോടെ നിങ്ങൾ ഒരിക്കലും ചൊല്ലരുത്. ഇരുമനസ്സുള്ളവനെ ദൈവം പോലും കൈവിടുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ജീവിതം എന്ന് പറയുമ്പോൾ അതൊരു യുദ്ധഭൂമിയാണ് അല്ലേ പലർക്കും. ഇതിൽ നമ്മൾ തനിച്ച് പോരാടേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് വേണ്ടി വിഷത്തെ കുടിച്ചവർ, അവർ ചുടുകാട്ടിൽ നൃത്തം ചെയ്യുന്നവർ, ഭിക്ഷയെടുക്കുന്നവർ, എന്തിനാണിതെല്ലാം? നമ്മൾ അവരുടെ സന്താനങ്ങളാണ്. തൻ്റെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കർമ്മത്തെ എല്ലാം തീർക്കാൻ ഇത്രയും കരുണയുള്ള അച്ഛനുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് അനാഥരാണെന്ന് വിചാരിച്ച് കരയുന്നത്? ഇന്നു മുതൽ ഇല്ല, ഇപ്പോൾ മുതൽ തുടങ്ങുക. നാളെ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് മഹാദേവൻ്റെ ചിത്രത്തിന് മുന്നിൽ ഒരു വിളക്കേറ്റി വെച്ച് കണ്ണുകളെ മൂടി ഓം നമഃശിവായ എന്ന് ചൊല്ലി നോക്ക്. ആ നിശബ്ദതയിൽ ഭഗവാന്റെ സാമീപ്യം, ആ സ്പർശം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കപ്പെടും. നിങ്ങളുടെ ജീവിതം തീർച്ചയായിട്ടും മാറും. ഈ വീഡിയോ നിങ്ങൾ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഏർപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 100% ഇത് സത്യം. ഇതുപോലുള്ള ആത്മീയ രഹസ്യങ്ങളും ശിവഭഗവാന്റെ മഹിമകളെ പറ്റിയും തുടർന്നറിയുവാൻ വേണ്ടി നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിക്കൊള്ളുക. നിങ്ങൾക്ക് ഭഗവാനെ ഇഷ്ടമാണെങ്കിൽ, നിങ്ങളുടെ കഷ്ടങ്ങൾ തീരണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തെ അറിയിക്കുക. എന്നും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ.